കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണുള്ളത്. അതായത് ക്യാഷ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, റിസീവബിൾസ് മാനേജ്മെന്റ്. ഓക്കെ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ 3 മാനേജ്മെന്റും ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ക്യാഷ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും? ഓക്കെ, ഫസ്റ്റ് നമ്മൾ അറിയണം ക്യാഷിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ആർ ദ നേച്ചർ ഓഫ് ക്യാഷ്. ഓക്കെ, ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ, ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് അസെറ്റ് ആണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് ക്യാഷ് ഈസ് നെസസറി ഫോർ ദ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എഫിഷ്യന്റ് വർക്കിംഗിന് ക്യാഷ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ക്യാഷ് അൺപ്രൊഡക്റ്റീവ് ആണ്. ഇപ്പൊ ഹ്യൂമൻ ബീങ്സ് അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ക്യാഷ് അൺപ്രൊഡക്റ്റീവ് ആണ്. ക്യാഷിന് വാല്യൂ ഉണ്ടാകുന്നത് ഹ്യൂമൻ ബീങ്സ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിന് വാല്യൂ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നേച്ചർ ഓഫ് ക്യാഷ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ക്യാഷ് മോസ്റ്റ് ലിക്വിഡ് വൺ ആണ്. അതുപോലെ തന്നെ എഫിഷ്യന്റ് വർക്കിംഗിന്, ഓർഗനൈസേഷൻ എഫിഷ്യന്റ് വർക്കിംഗിന് ക്യാഷ് കൂടിയേ തീരുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ബീങ്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അൺപ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ക്യാഷിന് സ്വയമേ ഒരു വാല്യൂ ഇല്ല, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമുക്ക് 4 മോട്ടീവ് ആണുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസാക്ഷൻ മോട്ടീവ്, second one precautionary motive, third one speculative motive, fourth one compensating motive. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ഓരോ മോട്ടീവും എന്താണ്. ഓക്കെ, ഫസ്റ്റ് വൺ ട്രാൻസാക്ഷൻ മോട്ടീവ്. ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്, നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്? ക്യാഷ് ആവശ്യമാണ്. ഇപ്പൊ എംപ്ലോയീസിന് സാലറി പേ ചെയ്യണം, അല്ലെങ്കിൽ റെന്റ് പേ ചെയ്യണം, ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഓരോ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നു, അതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. നെക്സ്റ്റ് വൺ പ്രിക്കോഷണറി മോട്ടീവ്. അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് പ്രിക്കോഷൻ. നമ്മളൊരു പ്രിക്കോഷൻ ആണ്, ഒരു റിസർവ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാണ്. അതായത് എന്തെങ്കിലും ഒരു അൺഫോഴ്സിങ് എമർജൻസി വന്നാൽ, എന്തെങ്കിലും ഒരു അൺഫോഴ്സിങ് നീഡ് വന്നാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് മോട്ടീവ് ആണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ഓപ്പർച്യൂണിറ്റിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെർട്ടൻ ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാം. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് സ്പെക്കുലേഷൻ. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ അതിന്റെ അപ്പൊ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നുണ്ടെങ്കിൽ ആ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ നോക്കുമ്പോൾ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഫ്യൂച്ചറിൽ അതിന്റെ സാധനത്തിന്റെ വില കൂടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മൾക്ക് ഫ്യൂച്ചറിൽ അതിന്റെ വില കൂടുമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് വില കുറഞ്ഞ സമയത്ത് ആ സാധനം ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങി വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ക്യാഷ് വേണം. ഓക്കെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. കോമ്പൻസേറ്റിംഗ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോ ഒരു ബാങ്കിൽ ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിങ് സർവീസസ് ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സെർട്ടൻ ക്യാഷ് ഉണ്ടാവണം, ഒരു ക്യാഷ് പൊസിഷൻ നമുക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. അതായത് നമ്മളിപ്പോ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെ ബാങ്കിന്റെ എന്തെങ്കിലും ഒരു സർവീസ് നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ നമ്മുടെ ക്യാഷ് ബാലൻസ് നമ്മൾ നോക്കും, നമ്മുടെ പൊസിഷൻ നോക്കും, ക്യാഷ് പൊസിഷൻ എന്താണെന്നൊക്കെ നോക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ലോൺ അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവീസ് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് ക്യാഷ് വേണ്ടി വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് ഓഫ് ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് കോമ്പൻസേറ്റിംഗ് മോട്ടീവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ 4 മോട്ടീവ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ട്രാൻസാക്ഷന് വേണ്ടി അതാണ് ട്രാൻസാക്ഷണറി മോട്ടീവ്, പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ അതാണ് പ്രിക്കോഷണറി മോട്ടീവ്, തേർഡ് വൺ സ്പെക്കുലേഷൻ, ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് അഡ്വാൻറ്റേജ്, ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഫോർത്ത് വൺ കോമ്പൻസേറ്റിംഗ് മോട്ടീവ്, അതായത് എന്തെങ്കിലും ബാങ്ക് ഫെസിലിറ്റി, ബാങ്ക് ലോൺ അല്ലെങ്കിൽ ബാങ്ക് സർവീസസ് ഇതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്ന്, അതായത് നല്ലൊരു ഗുഡ് ക്യാഷ് പൊസിഷൻ ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് ഓഫ് ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ് ക്യാഷിന്റെ നേച്ചർ, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു.
ഓക്കെ, ഇനി ക്യാഷ് മാനേജ്മെന്റിലേക്ക് നമുക്ക് വരാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് മാനേജ് ചെയ്യുന്നത്? ഓക്കെ, അതായത് നമ്മൾ ഒരുപാട് ക്യാഷ് ഉള്ള ഫേം, ഒരുപാട് ക്യാഷ് ഒരു ഫേമിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ഫേം ഇഫിഷ്യന്റ് ആണെന്നാണോ? അവിടെ നന്നായി ക്യാഷ് മാനേജ്മെന്റ് നടക്കുന്നുണ്ട് എന്നൊരു മീനിങ് ഉണ്ടോ? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ക്യാഷ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്യുക എന്നൊരു മീനിങ് അല്ല അതിനുള്ളത്. അതായത് ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് ക്യാഷ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്താൽ നമുക്ക് എന്താ പ്രശ്നം? അതായത് നമുക്ക് അത്രയും ക്യാഷ് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഒരുപാട് ക്യാഷ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വേറെ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാണ്ട്. അപ്പൊ അവിടെ നമുക്ക് വരുന്ന ഒരു കോസ്റ്റ് ആണ്, പ്രോഫിറ്റ് നമുക്ക് മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും ക്യാഷ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആവശ്യമുള്ളതെടുത്ത് ബാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നു. അപ്പൊ അവിടെ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തില്ല. ഓക്കെ, അത് നമുക്കൊരു കോസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്ത് നമുക്ക് മിസ്സാവുന്ന എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇനി കുറഞ്ഞ ക്യാഷ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്, നമുക്ക് ആവശ്യത്തിനുള്ള അത്ര ക്യാഷ് ഇല്ല, നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് എംപ്ലോയീസിന് എന്ത് സാലറി പേ ചെയ്യാൻ പറ്റില്ല, റെന്റ് ഇങ്ങനെയുള്ള പേയ്മെന്റുകളൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്താൽ അത് നല്ലൊരു ഫേം ആണ്, നല്ല അതിന്റെ മീനിങ്. അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെന്റ് നടക്കുന്നില്ല. അതുപോലെ തന്നെ ലോ പൊസിഷനിൽ ക്യാഷ് ഹോൾഡ് ചെയ്താൽ അവിടെയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് മാനേജ്മെന്റ് നടക്കുന്നില്ല. ഓക്കെ, അപ്പോ എന്താണ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈ പൊസിഷനിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതല്ല, മറിച്ച് ഒരുപാട് ലോ പൊസിഷനിൽ, വളരെ ലോ പൊസിഷനിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതും അല്ല. ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു പോയിന്റ് ആണ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ഒപ്റ്റിമം ക്യാഷ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓർഗനൈസേഷനിൽ നല്ലൊരു ക്യാഷ് മാനേജ്മെന്റ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് മാനേജ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എത്രത്തോളം ക്യാഷ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാഷ് ലെവൽ, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ചില ഫാക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ക്രെഡിറ്റ് പോളിസി. അതായത് നമ്മുടെ ക്രെഡിറ്റ് ടേംസ് എങ്ങനെയാണ്, കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ്. അതായത് നമ്മൾ ഡെപ്റ്റേഴ്സിന് ക്രെഡിറ്റിലെ സാധനം വിറ്റു. ഓക്കെ, നമ്മൾ ബിസിനസ് ആണ്, ആ ബിസിനസ് ക്രെഡിറ്റിനാണ് സാധനം കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു ക്രെഡിറ്റ് പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര നാളിനുള്ളിൽ ക്യാഷ് തിരിച്ചു തരണം. അപ്പൊ അത് വളരെ ലോങ് ആണ്, ക്രെഡിറ്റ് പീരീഡ് വളരെ ലോങ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് പോളിസി വളരെ ലിബറൽ ആണ്. നമ്മൾ തിരിച്ച് റീകളക്ട് ചെയ്യാനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് ടേംസും പോളിസീസ് ഒക്കെ എങ്ങനെയാണ്? അത് ഭയങ്കര ലിബറൽ ആണെങ്കിൽ, അതായത് ലിബറൽ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് അല്ലാത്തൊരു പൊസിഷൻ, അതായത് സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എങ്കിൽ, ലിബറൽ ആണ് എങ്കിൽ ചിലപ്പോൾ ഒരുപാട് നമുക്ക് ക്യാഷ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം 2 മാസത്തിനുള്ളിൽ ക്രെഡിറ്റ് പീരീഡ് കൊടുത്തു, അങ്ങനെ 2 മാസത്തിനുള്ളിലൊക്കെ ശരിക്കും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ അതിനർത്ഥം എന്താ? നമ്മൾ ഭയങ്കര ലിബറലാണ്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് റീകളക്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എങ്കിലൊക്കെ അതിന്റെ അർത്ഥം നമ്മൾ ലിബറലാണ് എന്നാണ്. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് അത്രയും നാൾ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ക്യാഷ് പൊസിഷൻ നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് പോളിസി ലിബറൽ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ക്യാഷ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ സ്ട്രിക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് നമ്മൾ ക്യാഷ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, രണ്ടാമത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ ഉണ്ടാക്കിയ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ കസ്റ്റമേഴ്സിന് അടുത്തേക്ക് എത്തിക്കുമ്പോൾ അതിനിടയിൽ വരുന്ന ആൾക്കാരാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ചിലപ്പോൾ ഹോൾസെയിൽ ഉണ്ടാവാം, കുറെ റീറ്റെയിലേഴ്സ് ഉണ്ടാവാം, കുറെ ഏജന്റുമാരുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരുപാട് ലോങ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എങ്കിൽ, അതായത് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിനിടയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്താ നമ്മൾ മനസ്സിലാക്കി ലോങ് ആണ്. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ലോങ് ആകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ക്യാഷ് വേണ്ടി വരും. കാരണം ഇതിനിടയിലുള്ള ഇടനിലക്കാർക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? കമ്മീഷനൊക്കെ കൊടുക്കേണ്ടി വരും, ബ്രോക്കറേജ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഷോർട്ട് ആണെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് സൈസ് ഓഫ് ദി ബിസിനസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസിന്റെ സൈസ് വലുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടി ഒരു ക്യാഷ് ലെവല് കൂടുതലായിരിക്കും, ഏത് ബിസിനസിനേക്കാളും സ്മോൾ ബിസിനസിനേക്കാളും. ഓക്കെ, ലാസ്റ്റ് ഫാക്ടർ ക്യാഷ് സൈക്കിൾ ആണ്. ഓക്കെ, എന്താണ് ഈ ക്യാഷ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സപ്ലൈസിന് കഴിഞ്ഞ റോ മെറ്റീരിയൽ ക്യാഷ് കൊടുത്ത് വാങ്ങി അത് തിരിച്ച് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടുന്നതോടെ വരെയുള്ള ടൈമാണ് ക്യാഷ് സൈക്കിൾ അല്ലെ ക്യാഷ് പീരീഡ് എന്ന് പറയാം. ഓക്കെ,
നമ്മൾ ക്യാഷ് പേ ചെയ്ത് റോ മെറ്റീരിയൽ വാങ്ങി അത് മുതൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമേഴ്സ് സെയിൽ ചെയ്ത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നോടം വരെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ക്യാഷ് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, ആ ക്യാഷ് സൈക്കിൾ നമുക്ക് ലോങ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ക്യാഷ് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് തിരിച്ചു കിട്ടാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഒരു നല്ലൊരു ക്യാഷ് എമൗണ്ട് വേണ്ടി വരും. ഓക്കെ, അപ്പൊ ക്യാഷ് സൈക്കിൾ ലോങ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ക്യാഷ് വേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് ക്യാഷ് ലെവൽ എത്രത്തോളം വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്ത് ചില ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ സൈസ് ഓഫ് ദി ബിസിനസ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ കാര്യം പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു ക്രെഡിറ്റ് പോളിസിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് വൺ ക്യാഷ് സൈക്കിളിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മൾ എത്രത്തോളം ക്യാഷ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യാഷ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ക്യാഷ് മാനേജ്മെന്റിൽ നമ്മൾ ക്യാഷിന്റെ നേച്ചർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് എന്ന് നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ടും എത്ര മോട്ടീവായിട്ട് 4 മോട്ടീവാണുള്ളത്. അതായത് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. അപ്പൊ ഈ മോട്ടീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു ഒപ്റ്റിമം എമൗണ്ട് ഓഫ് ക്യാഷ് ലെവൽ നമുക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ക്യാഷ് ലെവല് എത്രത്തോളം വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്ത ചില ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, താങ്ക് യു.